ഹലോ അമിഗോസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഇന്നൊരു കെട്ടുനിറയാണ് കേട്ടോ. നമ്മുടെ ചേച്ചിയുടെ അളിയൻ്റെയും വീട്ടിൽ അളിയനും കുഞ്ഞും മലയ്ക്ക് പോവാണെന്ന്. അപ്പോൾ ഒരു പുതിയതായിട്ട് വീട് വെച്ചിട്ട് ആദ്യത്തെ കെട്ടുനിറയാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിക്കാനുണ്ട്, അമ്പലമൊക്കെ പണിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ബാക്ക് സൈഡിൽ കലവറപ്പണി നടക്കുകയാണ്. അച്ചാച്ചനും അമ്മാമ്മയും അമ്മയും ചേച്ചിയും അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ദേ കുട്ടീസ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ പണിയൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം വൈകുന്നേരം ആൾക്കാർ വന്നേക്കുമ്പേ നമ്മുടെ പണിയൊക്കെ തീരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചാണ് പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ അതേ അമ്പലം പണിയുണ്ട്, പന്തൽ കെട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ ഫാമിലിയും അളിയൻ്റെ ഫാമിലിയും അളിയൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, നമ്മുടെ കടയിലെ പണിക്കാർ. അപ്പോൾ ദേ കുഞ്ഞിനും എല്ലാവരും ഇരുന്ന് കുഞ്ഞിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞിനെ സഹായിക്കുന്നു, അതിൻ്റെ ഇടയിൽ കളിക്കുന്നു. ഞങ്ങൾ ദേ അകത്ത് തുളസി നന്നാക്കുകയാണ്. ഇത് ചേച്ചിയുടെ പിള്ളേരാണ് ദേവും പാറുട്ടി. അപ്പോൾ ഞാനും തുളസി നന്നാക്കുകയാണ്. എനിക്കന്ന് ജോലി ഉണ്ടായിരുന്നു, ഞാൻ ഉച്ച കഴിഞ്ഞ് വന്നത്. അങ്ങനെ ദേ തുളസിയൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേ അപ്പുറത്തെ റൂമിൽ കുഞ്ഞും ചേച്ചിയും നമ്മുടെ മാളികപ്പുറം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ദേ തകൃതിയായിട്ട് അമ്പലം പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ദേ നമ്മുടെ കടയിലെ ബായിമാർ പായസത്തിനുള്ള തേങ്ങ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിതൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഫ്രണ്ടിൽ ദേ അച്ഛനും ചേച്ചിയും അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം ഉണ്ടാക്കാനായിട്ട്. ബാക്കിൽ ദേ എല്ലാവരും കൂടി പണിയെടുക്കുകയാണ്. അപ്പോൾ അതേ വാഴപ്പിണ്ടിയും കുരുത്തോലയൊക്കെ വെച്ച് അമ്പലം പണി നടന്നുകൊണ്ടിരിക്കണു. അപ്പോൾ അളിയൻ്റെ ഫ്രണ്ട്സും അത്യാവശ്യമായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു സഹായിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞിട്ടാണ് കെട്ടുനിറ വെച്ചേക്കണത്. അപ്പോൾ അതേ ഓരോ പണി കഴിഞ്ഞിട്ട് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുളസി നന്നായി കഴിഞ്ഞ് ഇനി നേരെ മലര് നന്നാക്കാൻ പോവാണ്. ബാക്ക് സൈഡ് ദേ പായസത്തിൻ്റെ ഉള്ള പരിപാടികൾ നടക്കണു. വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൂട്ടൻ ദേ നല്ല ഹാപ്പിയിലാണ്. ആളുടെ വിചാരം വേറെ ഒന്നുമില്ല, ആളും മലയ്ക്ക് പോകണമെന്നുള്ള സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുകയാണ്. അവൻ അയ്യപ്പനെ ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ ഫേവറേറ്റ് ദേവ അയ്യപ്പനാണ്. അപ്പോൾ ആൾ അയ്യപ്പനെ കാണാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലൊക്കെ നടക്കുകയാണ്. ശരിക്കും പ്രാർത്ഥിക്കാം, ഇത് ആക്കുന്ന ഭക്ഷണം എല്ലാവർക്കും തികയണം കേട്ടോ. ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഹരിഹരാസുതനേ അന്നദാന പ്രഭുവേ സ്വാമിയേ 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 ഹരിഹരാസുതനേ അപ്പോൾ അതേ പായസത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നു. ബാക്കിലെ അടുക്കളയിലെല്ലാ സദ്യയുടെ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ നമ്മൾ ദേ 4:45 5 മണി അടുപ്പിച്ചായി. അപ്പോൾ ദേ അമ്പലം മണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ നിറമാലയൊക്കെ തൂക്കാണ്, കുരുത്തോല തൂക്കാണ്. അപ്പോൾ കുഞ്ഞാപ്പൂന് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി, അപ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ദേ പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും ദേ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാപ്പൂ 3-ാം വർഷമാണ് കേട്ടോ മലയ്ക്ക് പോണത്. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ദേ ചേട്ടന്മാർ ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ കളിയാക്കി തുടങ്ങി. എല്ലാ ചേട്ടന്മാരും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എത്തി കേട്ടോ. അപ്പോൾ ദേ അമ്പലം പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാം ക്ലീനിങ് ആണ് ഇനി. അപ്പോൾ ദേ എല്ലാ പണിയും കഴിഞ്ഞു, സന്ധ്യ ആവാറായിട്ടോ. അപ്പോൾ ദേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. നമ്മൾ ഫോട്ടോസൊക്കെ വെച്ചു. അപ്പോൾ ദീപാരാധന ആവാറായി. അപ്പോൾ നമ്മൾ ദേ മാളികപ്പുറം നല്ല സുന്ദരി കുട്ടിയായിട്ട് പൂവൊക്കെ തലയിൽ വെച്ച് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ മലയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ ആൾ നല്ല ഹാപ്പിയിലാണ് മലയ്ക്ക് പോണത് കാര്യം പറഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ ദേ റൂമിലേക്കൊക്കെ വന്നു. അപ്പോൾ ആളുടെ പൂ എപ്പോഴും ഇങ്ങനെ ചാടിപ്പോണയാണ്. അപ്പോൾ ഒന്ന് പൂവൊക്കെ ശരിയാക്കി വയ്ക്കാൻ ഞങ്ങൾ ദേ റൂമിലേക്ക് വന്നു. അപ്പോൾ ദേ ഇതാണ് അവരുടെ റൂം. അപ്പോൾ ദേ അത് ദേവൂട്ടി കുഞ്ഞൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മൾ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലണം. ആ ഒരു ഇത് നിങ്ങളെ കാണിച്ചു തരാൻ പോകും. നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നിറമാലയൊക്കെ ഇട്ട് കുരുത്തോലയൊക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ വലിയച്ഛന്മാരൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ട. അപ്പോൾ കെട്ടുനിറയ്ക്കുള്ള സമയം ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ കാര്യം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഫോട്ടോസൊക്കെ വെച്ചു, വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ദീപാരാധനയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം വന്ന് തുടങ്ങി. അപ്പോൾ ദീപാരാധന കഴിഞ്ഞിട്ടാണ് കെട്ട് നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ആരുമില്ല, രണ്ടുപേരുടെയും കെട്ട് നിറയ്ക്കണുള്ളൂ. പിന്നെ ഒരു ചേട്ടൻ്റെ മുദ്ര നിറയ്ക്കാറുണ്ട്. അപ്പോൾ ചിന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിന്ത് പൂജിച്ചു കൊടുത്തു. ദീപാരാധന ആവാറായി. ഹരിഹരാസുതനേ
പ്രദക്ഷിണ എല്ലാം കൊടുത്തു. അങ്ങനെ ദേ കെട്ട് നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ ഒരു അങ്കിളിന് മുദ്ര നിറയ്ക്കാനുണ്ട്. അങ്കിൾ മുദ്രയൊക്കെ നിറച്ചു. അങ്ങനെ ദേ എല്ലാവരുടെയും നിറയൊക്കെ കഴിഞ്ഞു. അവർ രണ്ടുപേരാണ് കേട്ടോ പോകുന്നുള്ളൂ. ഒരു ചേട്ടൻ മുദ്ര മാത്രം നിറച്ചുള്ളൂ. അങ്ങനെ ദേ കിടനിറയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ അതായത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഫുഡൊക്കെ ഒന്ന് പൂജിച്ചിട്ട് അയ്യപ്പനും മാളികപ്പുറത്തിനും ഫുഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചടങ്ങൊക്കെ എല്ലാം കഴിഞ്ഞു. ഞാൻ അപ്പോൾ ദേ ഫുഡ് എടുക്കാൻ പോണു. അപ്പോൾ ദേ ചിന്തപ്പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. പുറത്ത് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അളിയൻ്റെ ചിന്ത് ഗ്യാങ് തന്നെ. അപ്പോൾ അളിയൻ്റെയൊക്കെ ഗ്യാങ് തന്നെയാണ് കേട്ടോ അവിടെ ചിന്തുപാട്ടൊക്കെ നടത്തിയത്. അപ്പോൾ അളിയൻ്റെ കിട്ടുന്നറിയൊക്കെ കഴിഞ്ഞപ്പോൾ അളിയനും പാടാനെല്ലാം കയറി. അപ്പോൾ നമ്മുടെ കുഞ്ഞിച്ചക്കനും ആമയും കൂടി അവിടെ തകർത്തിയായിട്ടുള്ള കളിയിലാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ വിളമ്പി തുടങ്ങി എല്ലാവർക്കും. അപ്പോൾ ഏട്ടൻ അതിൽ കൂടെയൊക്കെ വിളമ്പിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഏട്ടനെ കാണുമ്പോൾ കുഞ്ഞൻ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്തുകാരൊക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. അപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ പുറത്ത് പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. അപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ പുറത്ത് പടക്കം പൊട്ടിക്കണ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പാപ്പനും മോനും അവിടെ കമ്പിത്തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് കളിക്കുകയാണ്. പിന്നെ തീരണ ഒരാൾ അവിടെ തന്നെയായിരുന്നു. അങ്ങനെ അവരിറങ്ങാറായിട്ടോ. രാത്രി ഒരു 11:30 ആയപ്പോഴേക്കും ഇറങ്ങാറായി അവർ. കെട്ടൊക്കെ തലയിലേറ്റാണ്. അങ്ങനെ തലയിൽ കെട്ടൊക്കെ ഏറ്റാണ്. അളിയനും കുഞ്ഞാപ്പും ഇറങ്ങാൻ പോവാണ് വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, അതായത് ഒരു 5 മിനിറ്റ് വ്യത്യാസം, ഒരു ദേവീക്ഷേത്രമുണ്ട്, കൂട്ടക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ അവിടെയും കൂടി ഒന്ന് തൊഴുതിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ തേങ്ങ പൊട്ടിക്കാനായിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ തേങ്ങ പൊട്ടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിക്കുകയാണ് അവർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം, കൂട്ടക്കാവ് ഭഗവതി ക്ഷേത്രം. അപ്പോൾ നമ്മൾ ആ കോമ്പൗണ്ടിലേക്ക് കയറി. അപ്പോൾ ഒന്ന് തൊഴുത് അവിടെ മണ്ഡലത്തിൽ പൈസ ഇട്ടിട്ട് അവർ അമ്പലത്തിൽ തന്നെയാണ് നമ്മൾ കാറ് നിർത്തിയേക്കണത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പോകാനുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അമ്പലത്തിലേക്ക് ചിന്തുകാരുടെ കൂടെ കയറുകയാണ്. അമ്പലത്തിലൊക്കെ തൊഴുത്
അവിടെ വഴിപാടൊക്കെ ഇട്ട് ഇറങ്ങാണ്. അപ്പോൾ കുഞ്ഞിന് മലയ്ക്ക് പോകാൻ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ആൾ കുറച്ചും കൂടി ആയിട്ട് വിടാനാണ് തീരുമാനിച്ചത് ഞങ്ങൾ. അപ്പോൾ ആൾ അതിൻ്റെ പ്രതിഷേധമായിട്ട് ഇതേ തലയിൽ കെട്ടൊക്കെ ഏന്തി നടക്കുന്നുണ്ട്, അഭിനയിക്കുകയാണ്. അങ്ങനെ ദേ അവർ ഇറങ്ങാറായിട്ടോ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറഞ്ഞ് വാശിയിലാണ് ആൾ. അങ്ങനെ ദേ കുഞ്ഞിൻ്റെ ചേച്ചി ഉമ്മയൊക്കെ കൊടുത്ത് അവരിറങ്ങാണ് കേട്ടോ. അപ്പോൾ ഒരു 12 മണി അടുപ്പിച്ച് ഇറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ദേ അവർ അങ്ങനെ ഇറങ്ങി. പിന്നെ ഇതൊക്കെ അവർ മലയ്ക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോസാണ് കേട്ടോ. കുഴപ്പമുണ്ടായില്ല, തിരക്കൊന്നും ഉണ്ടായില്ല, നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേഗം വരാം കേട്ടോ. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ബൈ ബൈ.